ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ട് അല്ലൂട്ടന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിടിച്ചൊരു ഉമ്മയൊക്കെ നമുക്ക് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ഉമ്മയൊക്കെ പാസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലെ ഇനി ഗാർഡനിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ക്ലീനിങ് പരിപാടിയാണ് മെയിനായിട്ടുള്ളത്. അപ്പം കിടന്നപ്പോൾ രാവിലെ ഇന്ന് പൊതുവേ നമുക്ക് തണുപ്പ് കൂടുതലായിരുന്നു. അപ്പം എങ്ങനെയാണോ രാവിലെ സ്റ്റാർട്ട് ചെയ്തത് അതിൽ തന്നെ ഫുൾ ടൈം അങ്ങനെ തന്നെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വെയിലൊന്നും കൊള്ളാത്തതുകൊണ്ട് വലിയ ക്ഷീണമൊന്നും തോന്നിച്ചില്ല. എന്നാലും ഒരു ഫുൾ ഡേ പണി ഉണ്ടായിരുന്നു. അതിനിടയ്ക്കെല്ലാം ഓരോരോ ചെറിയ പണികൾ വന്നിട്ടാണ് കേട്ടോ ഫുൾ ഡേ ആയിപ്പോയത്. അപ്പോൾ അല്ലു ഇടയ്ക്ക് വന്ന് കാർട്ടൂണൊക്കെ എടുത്ത് കൊടുക്കാൻ വഴക്കുണ്ടാക്കി കഴിഞ്ഞു. അല്ലുവിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളിത് സൂസിക്ക് ഫുഡ് ഇട്ടു. അലക്കാൻ തുണി ഇട്ടിട്ടുണ്ട് വാഷിംഗ് മെഷീനിൽ. പിന്നെ അല്ലൂടെ വന്ന് ഫിഷ് ടാങ്കിൽ മീനെ തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീറ്റ തിന്നാൻ വരുന്നത് നോക്കി ആൾ കുറേ നേരം നോക്കിയിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്തായാലും നമ്മൾ കാപ്പിക്കുരു പറിച്ചിട്ടുണ്ടായിരുന്നു. അതപ്പോൾ ഉണക്കാനുള്ള വെയിലുണ്ടായില്ല. അപ്പോൾ അത് വെയിൽ വരുന്നത് അവൻ വെയിറ്റ് ചെയ്യാം. നമ്മളുടെ കിച്ചൻ്റെ സൈഡിലായിട്ടുള്ള ഒരു മരമാണ് കേട്ടോ. മരത്തിനകത്തെ പൂവിൻ്റെ ഇതാണ് നമുക്ക് ആ ഒരു സൈഡ് ഫുള്ളുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് സൈഡാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. കല്യാണം അടുപ്പിച്ചിട്ട് നമുക്ക് കുറേ ചെടിയൊക്കെ നഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ അല്ലുവിൻ്റെ കൂടെ കുറേ നേരം ഞാൻ ഫിഷ് ടാങ്കിൻ്റെ അടുത്ത് മീൻ പോകുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. ഈ ഒരു മരത്തിൻ്റെ പൂവിൻ്റെ ഇതളാണ് കേട്ടോ. അപ്പോൾ ക്ലീനിങ് ആണ് മെയിനായിട്ടുള്ള പരിപാടി. അതപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചെടിയുടെ പേര് എനിക്ക് ക്ലിയറായിട്ട് അറിയില്ല. ഇത് നമുക്ക് സെറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ണാടി ചെടിയും സെറ്റ് ചെയ്യാനുണ്ടത്. പഴയ പോട്ടൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ തപ്പിപ്പറക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തിൽ നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊരു സൗണ്ട് കേട്ടപ്പോൾ അല്ലു ഇറങ്ങി വന്നിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഹെൽപ്പിങ്ങൊന്നും വേണ്ട, ഇയാളെ നിന്ന് കഴിഞ്ഞാൽ പണി കൂടുതലാണ്. നമ്മളൊരു ബൈ ബൈ സി ഒക്കെ പറഞ്ഞ് അയാളെ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അപ്പാടെ തന്നെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ മാറ്റി വെച്ച് ചെടിച്ചട്ടിയെല്ലാം അയാളുടെ എടുത്തുകൊണ്ട് വന്ന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അയാളുടേതായിട്ടുള്ള കാര്യം നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഫ്രണ്ടിൽ സെറ്റ് ചെയ്യാനുള്ള കണ്ണാടി ചെടി അത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്ലു ആ കട്ട് ചെയ്ത പീസെല്ലാം ചെടിച്ചട്ടിലോട്ട് ആക്കുകയാണ്. ഒരുമിച്ചെല്ലാം എടുത്തപ്പോഴേ ആയിരുന്നു എന്തോ പണി ഒപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു. 2 പീസ് എടുത്തിട്ട് നൈസിന് പോകുന്നത് വേറെ എങ്ങും അല്ല, അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ് നമ്മുടെ മീൻകുളത്തിൻ്റെ അടുത്താണ് കേട്ടോ. അവിടെയാണ് പോയി നിൽക്കുന്നത്. അത് ആ കുളത്തിൽ കൊണ്ടിടാനുള്ള പരിപാടിക്കാണ് പോയിട്ടുള്ളത്. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത പീസെല്ലാം കൂടി എടുത്ത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലു അപ്പോഴത്തേക്ക് തിരിച്ച് വന്നു. ഈ ഒരു ചെടിയുടെ മെയിനായിട്ടുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കളറാണ്. ഇതിൻ്റെ കളർ കാരണം നമ്മൾ ഒറ്റ നോട്ടത്തിൽ എല്ലാവരും ഒന്ന് നോക്കിപ്പോവും. അതുപോലെ നല്ല എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കളറും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ആ പഴയ ബോർഡിനകത്ത് ചെടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോട്ടൊക്കെ പെയിൻറ്റ് ചെയ്യണം, അതിന് അടുത്ത സെക്ഷനിലാവാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എല്ലാം ഒന്ന് നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്ലീനിങ് തുടങ്ങുകയാണ്. ക്ലീനിങ് എന്ന് പറയുമ്പം റോസാണ് മെയിനായിട്ടുള്ളത്. റോസ എനിക്ക് ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് റോസ ചെടികൾ മേടിച്ചിട്ടുണ്ട്. അത് കുറേയൊക്കെ നിൽപ്പുണ്ട്, ബാക്കി കുറേയൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള കെയറിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നിന്നേനെ. പക്ഷേ എനിക്കതിന് സമയം കിട്ടില്ല. ഞാൻ പിന്നെ വീട് വിട്ട് കൊച്ചിയിലേക്ക് പോയപ്പോഴത്തേക്ക് മൊത്തം ശ്രദ്ധിക്കാതായിപ്പോയി കേട്ടോ. അങ്ങനെ റോസാ ചെടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൈയെല്ലാം നന്നായിട്ട് മുള്ളുകൊണ്ട് മുറിയുന്നുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം കുരുങ്ങി കിടക്കുന്നതുകൊണ്ട് പാടായിരുന്നു. എത്രയും കാട് നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറേയൊക്കെ നമ്മൾ ബുഷാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മ പിന്നെ ഹെൽപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ അമ്മ എത്തിയത്. ഈ ഒരു പുല്ല് നമുക്ക് ഫ്രണ്ട് സൈഡ് സെറ്റ് ചെയ്യണം. അത് വീഡിയോയുടെ അവസാനം നമുക്ക് സെറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. പിന്നെ അതിൽ വന്നിട്ടുള്ള സന്ധ്യ സമയമായപ്പോഴത്തേക്ക് നമുക്ക് മുറ്റമെല്ലാം അടിച്ച് വരണം. വേറെ ചെടി വെട്ടിയേണ്ട കുറേ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളൊന്ന് അടിച്ച് വാരി ക്ലീൻ ചെയ്തപ്പോൾ ഈ ഒരു ചെടിയാണ്. ഈ ഒരു ചെടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സെറ്റ് ചെയ്തു. ഉടനെ തന്നെ അത് ഒരു പാനിങ് ഉണ്ടായിരുന്നല്ലോ ഫ്രണ്ടിൽ, അത് അറേഞ്ച് ചെയ്തിട്ടു. ലക്കി ബാമ്പു. പിന്നെ പ്ലെയിനായിട്ട് കിടന്ന കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെയും നമ്മളൊരു ചെറിയ ചെടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞല്ലേ ആ പുല്ലും ചെടിയും ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.